نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്കു നീയൊരു പാസുതാമന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. വേദിൽ പുരുഷരായ ബഹുനിരായ ഉസ്താദന്മാരെ, സംഘാടകരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ്
വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടുത്തെ പരിപാടി എല്ലാം അവസാനിച്ചു. എല്ലാവർക്കും അൽഹംദുലില്ലാ പ്രസംഗിക്കാനുള്ള അവസരമെല്ലാം കഴിഞ്ഞു. ഇനി അവസാനം അൽഹംദുലില്ലാ ദുആയാണ്. ആ ദുആയ്ക്ക് മുമ്പ് കുറച്ചു നേരം, ഒരുപാട് നേരമൊന്നും കഴിയില്ല. എനിക്കും സുഖമില്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞ ഈ പരിപാടി ഒഴിവാക്കണമെന്നുണ്ട്. പക്ഷേ സംഘാടകർക്ക് നമ്മുടെ പ്രയാസങ്ങളൊന്നും മനസ്സിലാകില്ല. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ 1 മണിക്കൂർ ഒരുപാട് സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇരുന്നങ്ങനെ വഴുതു പറഞ്ഞ ശീലമില്ല. അപ്പൊ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കുമെന്ന് കരുതുന്നു. അള്ളാഹു നമ്മളുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ എന്തപ്പാ എന്നോടൊരു വൈരാഗ്യമുള്ളതുപോലെ ചൊടിച്ചിരിക്കുന്നത്? ഞാൻ 6 മണിയായപ്പോഴേ വന്നതാ. ഞാൻ സമയം താമസിച്ചതല്ല. ഞാൻ 6-6:30 ആയപ്പോൾ ഇവിടെ വന്നു. മഗ്‌രിബിന് മുമ്പ് വന്നതാ. അപ്പൊ താമസിച്ചതും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അത് സംഘാടകരാണ് അതിന്റെ ഉത്തരവാദിത്തം. ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ താമസിക്കത്തില്ല. ഞാൻ 10:30 നിർത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്, ഒരുപാട് നേരമായില്ല ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കുറവാണോ? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെന്താ സുഖമല്ലേ? ഒരു ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾ എത്ര ഉത്തരം പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യം, സുഖമാണോ? ആന്ന് പറഞ്ഞവരുണ്ട്. ആരോ ഇടയിൽ അൽഹംദുലില്ലാ പറഞ്ഞു. ചിലര് ചിരിച്ചു, ചിലര് തലകുലുക്കി, ചിലര് പിന്നെ എന്ത് വന്നാലും അനങ്ങൂല്ല. ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരം നിങ്ങൾ പറഞ്ഞു. സത്യത്തിൽ നമ്മൾ എന്താ പറയണ്ടേ എന്നാലോചിക്കേ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിൽ കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ റാഹത്ത്. അപ്പൊ ആ ഒരു മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാള് കയറി വന്നു. ആ സ്വഹാബിയോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, സുഖമാണോ? അപ്പൊ ആ ചങ്ങാതി നിങ്ങൾ പറഞ്ഞ പോലെ മറുപടി പറഞ്ഞു, സുഖമാ. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എന്താ എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എന്താ എനിക്ക് ബർക്കത്തില്ലേന്ന്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എങ്ങനെ സുഖ? ഇതെന്തേ ആദ്യം പറയാന്? ഇതെന്തേ നിങ്ങൾ ആദ്യം പറയാന്? അറിയാഞ്ഞിട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിക്കും, എന്താ പറയേണ്ടതെന്ന്. അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത് എന്നറിയാം, പക്ഷെ പറയൂല. അതങ്ങനെ ചിലർക്ക് തലയ്ക്കൊന്ന് കൊടുത്താലേ പറയത്തുള്ളില്ലേ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരറിവ് പഠിച്ചു. അള്ളാഹു ജീവിതത്തിൽ നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ടോ? ഇങ്ങനെ താത്താമാരെ ഇച്ചാമാരൊക്കെ റാഹത്തല്ലേ? ഈ അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി രക്ഷപ്പെടാൻ. ഇന്നത്തെ വയൽ ഇത്രയും മതിയല്ലോ. ഒരു അൽഹംദുലില്ലാ പഠിച്ചില്ലേ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും കുറച്ചു നേരം ഇരിക്കുകയല്ലേ? ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളീൻ, പോയി കിടന്നുറങ്ങിക്കോളീൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ നിൽക്കുന്ന ചങ്ങാതിമാർക്ക് സംഘാടകർ കസേര പിറക്കി അവിടെ കൊണ്ടിട്ടുകൊട്. ആരും നിൽക്കരുത് ഇൻഷാ അല്ലാഹ്. ഇത്രയും കസേര ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കയറിയിരുന്നാൽ അൽഹംദുലില്ലാഹ് കയറിയിരിക്കുക, ഇല്ലെങ്കിൽ പൊക്കോളിൻ. നിന്ന് വയല് കേൾക്കരുത്. ഇന്ന് ഞാൻ മാത്രമാണ് സാധാരണ നിൽക്കണത്, ഞാനും ഇന്നിരുന്നു. അതുകൊണ്ട് പുറത്ത് നിൽക്കണ എല്ലാവരും കയറിക്കോ. മതില് വെറുതെ തള്ളിക്കളയണ്ട, മതിലിന് അറിയില്ലല്ലോ നീ വലിയ ആളാണെന്ന്. അതുകൊണ്ട് പുറത്തേക്കണ ചങ്ങായിമാർ ഒന്നീ സ്വർഗത്തിൽ കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ തുടങ്ങല്ലേ? പിരിവൊന്നും ഇല്ലല്ലോ അൽഹംദുലില്ലാഹ്. സാധാരണ വഅദിന് മുമ്പ് പിരിവ് പറയും, ഇവിടെ ഇതുവരെ പിരിവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നെല്ലാവരും സൈഫാ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു തന്റെ അടിമയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുത്തെ കൊട്ടാരങ്ങളും അവിടുത്തെ അരുവികളും അവിടുത്തെ പദവികളും അവിടുത്തെ പഴങ്ങളും അവിടുത്തെ ഭക്ഷണങ്ങളും നബിതങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താ? ഞാനും നിങ്ങളും ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ. അപ്പൊ ആ സ്വർഗത്തിൽ അള്ളാഹു തന്റെ അടിമയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ സ്വഹാബി ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതി ജനങ്ങൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വന്നു. നാളെ എല്ലാവരും അള്ളാഹുവിന്റെ പരലോകത്തേക്ക് മസ്തറയിലേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ട് വേർതിരിക്കും. ഒന്ന് ഫരീഖും ഫിൽ ജന്ന, രണ്ട് ഫരീഖും ഫിൽ സഈർ. ഒന്ന് സ്വർഗത്തിന്റെ അവകാശികൾ, രണ്ട് നരകത്തിന്റെ അവകാശികൾ. സ്വർഗത്തിന്റെ അവകാശികളെയും നരകത്തിന്റെ അവകാശികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാക്കി വേർതിരിച്ചിട്ട് സ്വർഗത്തിന്റെ അവകാശികൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നുപോകും, നരകവാസികൾ മുഴുവനും നരകത്തിലേക്ക് കടന്നുപോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നരകത്തിന്റെ അവകാശികളിൽ മുസ്ലിമായ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ പാപങ്ങളുടെ ശിക്ഷകൾ മുഴുവനും അനുഭവിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടും. അങ്ങനെ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനും നരകത്തിൽ നിന്ന് അവനും മുട്ടുകാലിലിടനാണ് കടന്നു പോകുന്നത്. ആ മനുഷ്യനും നരകത്തിൽ നിന്ന് കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നരകത്തിന്റെ വാതിലടച്ചു, സ്വർഗത്തിന്റെ വാതിലും അടച്ചു. നരകത്തിന്റെ കവാടം അടച്ചു കഴിഞ്ഞു, സ്വർഗത്തിന്റെ വാതിലും അടച്ചു കഴിഞ്ഞു. ഇനി ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു കാലത്തും പോകില്ല. അങ്ങനെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കവാടങ്ങൾ അടച്ചു കളയുമ്പോൾ പടച്ചവനെ, നരകവാസികൾ മുഴുവനും നരകത്തിൽ കിടന്ന് അതാ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയാണ്. സ്വർഗത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൂടെ സ്വർഗവാസികൾ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അവിടെ പ്രായമുള്ളവരില്ല, പടച്ചവനെ, കുട്ടികളില്ല, ചെറുപ്പക്കാരില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ താമസിക്കുന്നവരുടെ പ്രായം 33 വയസ്സാ. അവിടെ കറുത്തവരില്ല, വെളുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ,
സ്വർഗവാസികൾ മുഴുവനും സ്വർഗവാസികൾക്ക് മുഴുവനും ഒരേ ഒരു ഗ്ലാമറാണ്. ആരുടെ ഗ്ലാമർ എന്നറിയുമോ? പടച്ചവനെ, സുലൈഖയുടെ കൊട്ടാരത്തിൽ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ ആ ചെറുപ്പക്കാരന്റെ ഗ്ലാമർ കണ്ടിട്ട് പെണ്ണുങ്ങൾ അവിടുത്തെ കൈവിരലുകളും മുറിച്ചു കളഞ്ഞല്ലോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗവാസികൾക്ക്. പടച്ചവനെ, എല്ലാവരും സ്വർഗത്തിലൂടെ ആസ്വദിച്ച് നടക്കുകയാണ്. അവിടെ നിസ്കാരമില്ല, നോമ്പില്ല, ഖുർആൻ ഓതണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട. ഇഷ്ടമുള്ളത് തിന്നാം, കുടിക്കാം, ആസ്വദിക്കാം, സുഖിക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല. പടച്ചവനെ, സ്വർഗത്തിന്റെ നടുവിലൂടെ എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, അള്ളാന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, അതുരീദൂന ശൈആ, ഈ സ്വർഗവാസികളെ, സ്വർഗത്തിൽ കിടന്ന് ആസ്വദിക്കുന്നവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, പടച്ചവനെ, ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല തമ്പുരാനെ. അവരവിടെ നിന്നുകൊണ്ട് അല്ലാഹനെ സ്തുതിക്കുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ അൽഹംദുലില്ലാ പറയുന്നത്? എന്തിനാണ് അൽഹംദുലില്ലാ പറയുന്നതെന്നറിയോ? സ്വർഗവാസികൾ പടച്ചവനോട് പറയുന്നു, നാഥാ, അല്ലാഹുവേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതിയപ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടികടകോലത്തിൽ, പന്നികടകോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ പേപ്പട്ടിയ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും പേടിച്ചു വിറച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്ന കോടതിയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, 9:45 എനിക്കും നിങ്ങൾക്കും ചൂടെടുക്കുന്നില്ലേ? നമ്മുടെ ശരീരം വിയർക്കുന്നില്ലേ? ഇട്ടിരിക്കുന്ന പർദ്ദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ ചൂടെടുക്കുന്ന പ്രയാസപ്പെടുന്ന ഉമ്മാ, നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്, 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 9:45 നിനക്ക് ചൂടെടുക്കുന്നെങ്കിൽ, നിനക്ക് വിയർക്കുന്നെങ്കിൽ, പടച്ച റബ്ബേ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നീ നിൽക്കുമ്പോ ഒരു ജാണ് മുകളിലാ. ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, അത് അല്ലാഹു താഴെ ഇറക്കുകയാണ്. ഒരു ജാണ് മുകളില്. അവിടെയാണുമ്മ ചൂടുള്ളത്, അവിടെയാണ് ചെറുപ്പക്കാരാ വിയർപ്പുള്ളത്. ഇതൊക്കെ നിസാരമാ മോനെ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, സീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ചെളിക്കകത്ത് നിന്നുണ്ടാക്കുന്ന ഇഷ്ടികയുണ്ടല്ലോ, എങ്ങനാണ് അതിന്റെ നിറം ചുമന്നതായതെന്ന് നിനക്കറിയുവോ? പ്രായമുള്ളവര് ചൂള കണ്ടിട്ടുണ്ടല്ലോ, ഇതടുക്കി വെച്ചിട്ട് വിറകിട്ട് കത്തിക്കുന്ന ചൂളയുടെ ചാരത്ത് പോയിട്ടുണ്ടോ? എന്തൊരു പ്രയാസമാണെന്നറിയോ? അതിന്റെ അടുക്കൽ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാരാ,
ചെറുപ്പത്തിൽ കാളവണ്ടി കണ്ടിട്ടില്ലേ മോനെ? ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടില്ലേ? അതിന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? എങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാ, കാളയുടെ വായിൽ നിന്നല്ല മനുഷ്യന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. പെങ്ങളെ, ചോറ് വെക്കുന്നവളല്ലേ, അടുക്കളയിൽ ചോറ് വെക്കുന്നവളല്ലേ, കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ? ഉമ്മാ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ഇത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അങ്ങനത്തെ ഒരു ഭയാനകമായ ദിവസം. നീ പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണെന്നാണ്. നിങ്ങളെ, മരണവേദന ഒരിക്കലും പ്രസവത്തിനില്ല. വേദന ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലും നിനക്ക് താങ്ങാൻ പറ്റിയില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ എങ്ങാണം പരലോകത്തൊരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ അറിയാതെ പ്രസവിച്ചു പോകും ആയിഷ. അവള് പ്രസവിക്കുന്നതറിയില്ല പെങ്ങള്. ആ ഭയാനകമായ ദിവസത്തില് എന്റെ മുഖത്ത് നീ പുഞ്ചിരി തന്നല്ലോ അല്ലാ. സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഞാൻ എവിടെ കിടക്കേണ്ടവനാണെന്നറിയോ? നിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കിടക്കേണ്ടവനാണ് ഞാൻ അത്രയും വലിയ പാപിയാണ് പടച്ചവന്. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്. ഞാൻ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കറിയില്ല അല്ലാ. ഞാൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കണ്ടവനാ, ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാകണ്ടവനാണ്. റബ്ബേ, നീ എന്നെ ആ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ. പടച്ചവനെ, ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഇത് കാണുന്നത് പോയിട്ട്, ഇതിനകത്ത് കേറുന്നത് പോയിട്ട്, ഈ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. ആ വാസന പോലെ ശ്വസിക്കാൻ എനിക്കർഹതയില്ല. ഈ സ്വർഗത്തിന്റെ സുഗന്ധം പോലും ശ്വസിക്കാൻ യോഗ്യതയില്ലാത്തവനാണ്. എന്നിട്ടും നിന്റെ കരുണ കൊണ്ട് നീ എനിക്ക് സ്വർഗം തന്നല്ലോ അല്ലാ. ഇതിനെക്കാളും ഇനി എനിക്കെന്താണ് വേണ്ടത്? ഇതിനെക്കാളും ഇനി എനിക്കെന്താണ് വേണ്ടത്? അൽഹംദുലില്ലാഹ്. നാളെ സ്വർഗവാസികളെ സ്വർഗത്തിൽ നിന്ന് പറയുമ്പോ അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ സമയത്ത് സ്വർഗവാസികൾ പറയുകയാണ്, പടച്ചവനെ, ഒരാഗ്രഹമുണ്ട് തമ്പുരാനെ, ഒരാഗ്രഹമുണ്ട് തമ്പുരാനെ. എന്താണ് ഞങ്ങളുടെ ആഗ്രഹമെന്നറിയോ? അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പാനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, ഉമ്മാനെ കണ്ടു, കൂടപ്പറപ്പുകളെ കണ്ടു, പടച്ചവനെ ഭാര്യയെ കണ്ടു, ഞങ്ങളുടെ മക്കളെ കണ്ടു, ദുനിയാവ് കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബറ് കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള സർവ്വ പ്രവാചകന്മാരെയും കണ്ടു, നിന്റെ മലക്കുകളെ കണ്ടു. അല്ലാഹുവേ, എല്ലാവരെയും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു നാഥാ. എന്നാ കാണണ്ട ഒരാള് ഇന്നുവരെ ഞങ്ങള് കണ്ടിട്ടില്ല റബ്ബേ. ആരെയാണ് കാണേണ്ടതെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായി എന്നെയും നിന്നെയും പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവേ, നിന്നെ ഇന്നുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല തമ്പുരാന്. നീ എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. മരിക്കുന്നത് വരെ നിന്റെ മുന്നേ ഞങ്ങൾ ആരാധിച്ചവരാണ്, നിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തവരാണ്. അതുകൊണ്ട് അല്ലാഹ്,
നിന്നെ ഞങ്ങൾക്ക് കാണണം തമ്പുരാനെ. സ്വർഗവാസികൾ നാളെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും തല ഉയർത്തി നോക്കുകയാണ്. ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തല ഉയർത്തുമ്പോ ഫയറുഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കാണുകയാ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണുകയാണ്. ഇതേ കണ്ണുകൊണ്ട് ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14 രാവിലെ ചന്ദ്രനെ ആകാശത്ത് കാണുന്നത് പോലെ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുണ്ടല്ലോ, ത്തിന്റെ അധിപനായ അല്ലാഹനെ നമ്മൾ കാണുകയാണ്. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, അല്ലാഹുവിനെ നമ്മൾ കാണുകയാണ്. അല്ലാഹ് പറയുമടോ, ഈ വാഴ കേൾക്കാമെന്ന പെങ്ങള്, ഈ സദസ്സിലിരിക്കുന്നവര്, പള്ളിയിലെ ഉസ്താദല്ല പറയുന്നത്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുണ്ടല്ലോ, നിന്നോട് പറയും അസ്സലാമു അലൈക്കും യാ അഖിലൽ ജന്ന, അല്ല നിന്നോട് സലാം പറയുകയാ, അല്ല നിന്നോട് സലാം പറയുകയാ. നീ അല്ലാഹനെ കണ്ടിട്ടാ സലാം അടക്കുകയാ. സ്വഹാബാ, സ്വർഗത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അത് അല്ലാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അത് ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കാണല. അല്ലാഹുവിനെ കാണുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ചങ്ങായിമാരെ ഉണ്ടായിരടാ, അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹുവിനെ കാണല. ആകാശത്ത് ചന്ദ്രനെ കാണുന്നത് പോലെ അല്ലാഹയെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോണം? അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോണം? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എവിടെ പോണം? എവിടെ പോയാലേ അല്ലാഹനെ കാണാൻ പറ്റൂ? സ്വർഗത്തിൽ പോയാലേ കാണാൻ പറ്റൂ. പോകുവോ? പോകാൻ പറ്റുമോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹുവേ, ഈ കൈപൊക്കി എല്ലാവർക്കും പോകാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെ കൈപൊക്കിയോ അവർക്ക് മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആരെ? പൈസ ഒന്നും ചോദിച്ചില്ല, പോകാൻ ആഗ്രഹമുണ്ടോന്ന്. അതിന് ആഗ്രഹമില്ലാത്തവനെ ഞാൻ എന്നാ പറയാനാ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പെണ്ണുങ്ങളുടെ കയ്യിലില്ലേ? ഊരിക്കിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ നിങ്ങള്. അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ നടന്നാ പോവോ? ഇപ്പം നടക്കുന്നത് പോലെ നടന്നാൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോകോ? നമുക്ക് തന്നെ അറിയാം നമ്മൾ നരകത്തിലേ പോകത്തുള്ളെന്ന്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ പോയാലേ അല്ലാഹനെ കാണാൻ പറ്റൂ. അല്ലാഹു തന്നെ ചോദിക്കുകയാ, അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിക്കുകയാ, ഏ മനുഷ്യ, നീ എന്താ വിചാരിക്കണേ? ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്വർഗമെന്ന് നീ കരുതിയോ? എടാ, സ്വർഗമെന്ന് പറഞ്ഞാൽ ചുമ്മാതെ കയറി പോകാൻ പറ്റുന്നൊരു സ്ഥലമാണോ? അല്ല. അവിടെ പോകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതങ്ങളൊക്കെ അനുഭവിക്കണം. അപ്പൊ സ്വർഗത്തിൽ പോയിട്ട് അല്ലാഹനെ കാണാൻ പറ്റുന്നത് ആർക്കാ? സ്വർഗത്തിൽ ചെന്നിട്ട് അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുന്നത് ആർക്കാ? അല്ലാഹു പറയുകയാണ്, ആർക്കാണ് ഭാഗ്യം ലഭിക്കുന്നത്? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ചെന്ന് അല്ലാഹനെ കണ്ടുമുട്ടുന്നവർ 5 വിഭാഗമാണ്. 5 വിഭാഗം ആൾക്കാരാണ് നാളെ അല്ലാഹനെ കാണാനുള്ള അവസരം ലഭിക്കുന്ന വിവിഐപികൾ.
ആരാണ് ആ VVIPകളെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും പോകാൻ പറ്റൂല. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകില്ല. കാരണം സ്വർഗത്തിൽ ആള് കുറവാണ്, സ്വർഗത്തിൽ ആള് കുറവാണ്. പെങ്ങളെ, നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് നാളെ പടച്ച റബ്ബിനെ സ്വർഗത്തിൽ ചെന്ന് കാണണോ? 5 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 5 നല്ല കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ജീവിതത്തിലുണ്ടോ? അൽഹംദുലില്ലാഹ്, നിനക്ക് നാളെ അല്ലാഹനെ കാണാനുള്ള അവസരം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു 5 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ 10 മണിയായി. ഇനി എത്ര നേരമുണ്ട്? അരമണിക്കൂറുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പഠിക്കാം, പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ നിൽക്കുന്നത്? ഇവിടൊക്കെ കസേര കിടക്കുന്നതോ? അത് സ്റ്റേജിൽ ഒരുപാട് കസേര കിടക്കുന്നു. ഇങ്ങോട്ട് കയറിയിരിക്കും. നിങ്ങൾ എന്തിനാ നിൽക്കണത്? പെണ്ണുങ്ങളൊക്കെ പോകുന്ന വഴിയിൽ നിന്ന് മാറി. സംഘാടകരൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കണം. എല്ലാവരും കയറിയിരുന്നു. ഈ ഫാൻ ഇത്തിരി നിങ്ങൾ വെച്ചോപ്പ, എനിക്ക് വേണ്ട മോനെ. മുഖത്തിരിക്കും മതി. വേണ്ടപ്പാ, അൽഹംദുലില്ലാഹ്. കുറച്ച് കഴിയുമെന്ന് വെച്ച് തന്നാ മതി. അപ്പൊ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നിനക്ക് വേണോ? അല്ലാഹ് പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. ഒന്നാമതായിട്ട് അല്ലാഹ് പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അല്ലാഹ് പറയുകയാണ്, ഒന്നാമത്തെ നന്മ എന്തെന്നറിയോ? ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അമലന സ്വാലിഹ, നല്ല കാര്യങ്ങൾ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീ ചെയ്യ്. ഒരുപാട് നന്മകൾ നിനക്ക് ചെയ്യാ. നിസ്കരിക്കാം, നോമ്പ് പിടിക്കാം, സദഖ കൊടുക്കാം, ദിക്റ് പറയാ, പാപങ്ങളെ സഹായിക്കാ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ നന്മകൾ ചെയ്താ നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും വിചാരിക്കുന്നുണ്ട്, പടച്ചവനെ എനിക്കൊരുപാട് നന്മകളുണ്ടല്ലോ, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ ഖുർആൻ ഓതാറുണ്ട്, ഞാൻ സദഖ കൊടുക്കാറുണ്ട്, ഞാൻ ദിക്റ് പറയാറുണ്ട്, പടച്ചവനെ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തു എന്ന് കരുതുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തൊന്ന് ചിരിക്കുകയാണ്. അവരുടെ പല്ലുവെളിയിൽ കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലുപ്പം കണ്ടിട്ടാണോ നീയൊക്കെ നെളിയുന്നത്? ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ടാണോ? അതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിലല്ലേ? ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഒരുപാട് നന്മകളുണ്ടോ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഒരെണ്ണമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഒരുപാട് നന്മയുണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. നിസ്കാരം, ഇന്നും 5 വഖത്ത് നിസ്കരിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ കുൽഹു അല്ലാഹ് ഓതി നിസ്കരിക്കും. ഇന്ന അഴ്സേന കുൽഹു അല്ലാഹ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയം കാക്ക കൊത്തണ പോലെ കൊത്തിക്കിട്ട് നമ്മുടെ നിസ്കാരം തീരും. എന്നാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വെള്ളിയാഴ്ച പള്ളിക്കകത്തൊക്കെ ആളുണ്ട്. അപ്പൊ ഒരു നിസ്കാരം കാണണം പടച്ചവനെ.
അപ്പൊക്കെ നമ്മുടെ നിസ്കാരം കാണണം. ഇവനെക്കാളും ഖൗഫുള്ള ഒരാൾ ലോകത്തുണ്ടാകില്ല. എന്തൊരു ഭയഭക്തി! അല്ലാഹുവേ, 4 പേര് കാണാനുണ്ടെങ്കിൽ എന്റെ ഈ നിസ്കാരം, എന്റെ നിങ്ങളുടെ നിസ്കാരമൊക്കെ നീളം കൂടൂടോ? എന്താടാ ചങ്ങാതി മുഖം വാടിയിരിക്കുന്ന, നീ ക്ഷീണിച്ചല്ലോ. പെണ്ണിനോട് ചോദിക്ക, എന്താ ആമീന നീ ക്ഷീണിച്ചു പോയല്ലോ? എടി, എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാടി, അതുകൊണ്ടായി ഇങ്ങനെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ക്ഷീണിച്ച്. എന്താണ് ചെറുപ്പക്കാരൻ മുഖം വാടിയിരിക്കുന്ന? അളിയാ, എത്ര രാത്രി പോയി കിടന്നാലും ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. സുബഹി വരെ ഖുർആൻ ഓതല എനിക്ക് ജോലി പോയി. അല്ലാഹുവേ പടച്ചവനെ, നമ്മൾ ഒരുപാട് സദക്ക കൊടുക്കും. പ്ലസ് വെക്കുവോ? പള്ളിയുടെ മുമ്പിൽ പ്ലസ് വെക്കുവോ? വാട്സപ്പിൽ ഇടുവോ? എങ്കിൽ ഞാൻ തരാം പൈസ, ഇല്ലെങ്കിൽ ഞാൻ തരത്തില്ല. നമ്മൾ ചെയ്യുന്ന നന്മ ഇങ്ങനെ. നമ്മൾ പടച്ചവന് ഒരുപാട് പണമുണ്ടല്ലോ, ഒന്ന് പോയേക്കാ ഹജ്ജിന്. ഞാൻ 4 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. പത്രത്തിൽ കൊടുക്കുന്നത് പോലെ നന്മകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ട് നമുക്കെന്ത് നേടാനാ? ഇതുകൊണ്ട് നമുക്കെന്ത് നേടാനാണ്? നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? സ്വഹാബാ, വലിയ ശിർക്കിനെ കുറിച്ച് എനിക്ക് പേടിയില്ല, ചെറിയ ശിർക്കിനെ എനിക്ക് പേടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ചെറിയ ശിർക്കെന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ശിർക്കെന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, അത് ചെറിയ ശിർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഞാനിപ്പോ വഴുതു പറയാ. പത്തനാപുരത്ത് കിടന്ന ഞാൻ ഇവിടെ വന്നിട്ട് രാവിലെ മുതൽ വണ്ടി കയറി വൈകുന്നേരം 6 മണി വരെ യാത്ര 7 മണി വരെ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ വഴുതു പറയുമ്പോ ഈ വന്നിരിക്കുന്നവര് മുഴുവൻ ഇറങ്ങിപ്പോകുമ്പോ പറയണം, സിറാജിന്റെ പ്രസംഗം സൂപ്പറാ എന്ന് പറയണമെന്ന നീയത്തോടെയാണ് ഞാൻ ഈ ചലയ്ക്കുന്നതെങ്കിൽ എനിക്കൊരു പ്രതിഫലവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു, നബി തങ്ങൾ പറയുന്നു, ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുക, വഅദ് പറയുക, ഖുർആൻ ഓതുക, സദക്ക കൊടുക്കുക, അത് എന്ത് നന്മയാണെങ്കിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പറയും, അവനോട് ചെന്ന് ചോദിക്ക്, നീ നിസ്കരിച്ചത് അവൻ കാണാനല്ലേ? നീ സദക്ക കൊടുത്തത് നാട്ടുകാര് പറയാനല്ലേ? അവന്റെ അടുക്കൽ ചെന്ന് വാങ്ങിക്കെന്ന് പറഞ്ഞു അള്ളാഹു നിന്നെ ആട്ടി ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരോട് നിനക്ക് സ്വർഗം വേണോ? നിനക്ക് സ്വർഗം വേണോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, നാളെ സുബഹി നിസ്കരിക്കുമല്ലോ, അല്ലെങ്കിൽ ദുഹർ നിസ്കരിക്കുമല്ലോ, 1 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നീ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, മനുഷ്യ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നവനോട് മലക്കുകള് സന്തോഷ വാർത്ത പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഈ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളിൽ ചിലര് നാളെ സുബഹി നിസ്കരിച്ച് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിലാ. എന്നാൽ ചില ആൾക്കാരുണ്ട്, അവര് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, എടാ പരാജയപ്പെട്ടവരെ, നഷ്ടവാളി, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, നീ നരകത്തിന്റെ അവകാശിയാണ്, നരകത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത വഖത്തിന് മുമ്പ് തൗബ ചെയ്യാതെ മരിച്ചാ നീ നരകത്തിലാണെന്നും മലക്കുകൾ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നവരോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, 1 വഖത്ത് മതി, 4 റക്അത്ത് നിസ്കാരം മതി, 2
റകഅത്ത് നിസ്കാരം മതി നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാറ്. എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് സ്വർഗ്ഗം കിട്ടുന്നത്? നിന്നെപ്പോലെ ഓടിച്ചെന്ന് തലകുത്തി മറിയുന്നവനല്ല, പടച്ചവനെ കാക്ക കൊത്തുന്നത് പോലെ കൊത്തികെട്ട് ഓടുന്നവനല്ല. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, ഉപ്പ നിസ്കരിക്കേണ്ടത് നീ നിസ്കരിക്കുന്നത് പോലെയല്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് പോലെ നിസ്കരിക്ക്, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിസ്കരിച്ച അല്ലാഹുവിന്റെ മലക്കുകൾ പറയും നീ സ്വർഗ്ഗത്തിലാണെന്ന്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? ഒരു നിസ്കാരം പറഞ്ഞു തരട്ടെ പെങ്ങള്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നിസ്കാരങ്ങൾ, ഒരുപാട് നിസ്കാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട്, നിങ്ങൾ ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് സ്വർഗ്ഗം കിട്ടുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലെ ഒരു വിരൽ പഴുക്കുകയാ, കാലിലെ ഒരു വിരൽ പഴുക്കുകയാണ്. വല്ലാത്ത വേദനയായി. വൈദ്യന്മാര് കണ്ടിട്ട് പറഞ്ഞു തങ്ങള് കാലു പഴുക്കുകയാ, ഇത് പ്രയാസമാകും, പഴുപ്പ് മുകളിലേക്ക് കയറും, വലിയ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നിങ്ങളുടെ കാലിന്റെ വിരൽ മുറിച്ചു മാറ്റണം. ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. പടച്ചവനെ, വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ വൈദ്യന്മാരെ കാണിച്ചു. അവര് പറഞ്ഞു, ഉർവ തങ്ങളെ, ഞങ്ങൾ അന്നേ പറഞ്ഞതാ വിരല് മുറിച്ചു മാറ്റാറ്, സമ്മതിക്കാത്തത് കാരണം കാൽപ്പത്തി മുഴുവനും പഴുപ്പായി കഴിഞ്ഞു. ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. അവസാനം കാലിന്റെ വേദന കൂടുകയാണ്, പഴുപ്പ് മുകളിലേക്ക് കയറുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ വിരല് മുറിക്കാൻ പറഞ്ഞു, കാൽപ്പത്തി മുറിക്കാൻ പറഞ്ഞു, സമ്മതിക്കാത്തത് കാരണം ഇപ്പൊ കാല് മുറിക്കേണ്ട അവസ്ഥ വന്നു. ഇനി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ മുകളിലേക്ക് കയറും തങ്ങള്, അതുകൊണ്ട് അവിടത്തെ കാല് മുറിച്ച് മാറ്റണം. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിച്ചു മാറ്റാ സമ്മതിക്കുകയാണ്. അങ്ങനെ വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. എന്നിട്ട് കള്ള് കൊടുത്തിട്ട് പറഞ്ഞു, കുടിക്കതങ്ങള്. ഉർവ തങ്ങളുടെ കയ്യിലേക്ക് ലഹരി വസ്തു കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാ, കുടിക്കാൻ. എന്തിനാ കള്ള് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുമ്പോ വല്ലാത്ത വേദനയാ. ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ വേദന അറിയില്ലല്ലോ, വേദന അറിയില്ലല്ലോ, വേദനയ്ക്കൊരു ശമനം കിട്ടുമല്ലോ. അതുകൊണ്ട് ഈ കള്ള് കുടിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മരിച്ചാലും ഞാൻ കള്ള് കുടിക്കില്ല. നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. ഉർവ തങ്ങൾ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാൻ നിസ്കരിക്കാൻ കയറി നിൽക്കാം, നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. സുബ്ഹാനല്ലാഹ്. ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിസ്കരിക്കാൻ ഉതുപെടുത്തിട്ട് കടന്നു വരികയാ. വാപ്പമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കു പെങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു ഉതുപെടുത്തിട്ട് കടന്നു വരികയാണ്. അവിടുന്ന് നിസ്കാരപ്പായിലേക്ക് കയറി നിന്നു. അവിടുന്ന് നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുകയാണ്. അവിടുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. പടച്ചവനെ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞു. സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്,
വൈദ്യന്മാരവിടത്തെ കാല് മുറിക്കുകയാ. പച്ചയായ ഒരു മനുഷ്യന്, ജീവനുള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടത്തെ കാല് വെട്ടി മുറിക്കുകയാണ്, അവിടത്തെ കാല് വെട്ടി മുറിക്കുകയാണ്. ഉറുബതങ്ങൾ അറിഞ്ഞില്ല, ഉറുബതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉറുബറതി അല്ലാഹു തആലാവിന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവറുകൾ അറിയുന്നില്ല. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പടച്ചവനെ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉറുബതങ്ങളുടെ മുറിച്ച കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. കാലിലൂടെ രക്തമിങ്ങനെ ഒഴുകുമ്പോ വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയോ? രക്തം പെട്ടെന്ന് നിൽക്കാൻ, രക്തം പെട്ടെന്ന് നിൽക്കാൻ അവരെന്ത് ചെയ്തെന്നറിയുവോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് റളിയല്ലാഹു തആലാവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് മുക്കുകയാ. തിളച്ച എണ്ണ മുക്കിയിട്ട് ഉറുബതങ്ങൾ അറിഞ്ഞില്ല. കാരണം നിസ്കാരത്തിലാ, കാരണം അല്ലാഹുവിന്റെ മുമ്പിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവിടുന്ന് രക്തമിങ്ങനെ ഒഴുകി ഒഴുകി റളിയല്ലാഹു തആലാഹു തളർന്ന് വീഴുകയാണ്. അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. പടച്ചവനെ, വൈദ്യന്മാർക്ക് വലിയ സങ്കടമായി. കാല് മുറിച്ചതറിഞ്ഞില്ലല്ലോ. ബോധം വരുമ്പോ എങ്ങനെയാ പറയുന്നത്? വൈദ്യന്മാര് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ അതാ വരികയാണ്, ഉറുബതങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരികയാണ്. എന്തിനാണ് ഓടി വന്നതെന്നറിയോ? ഉറുബതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. മരണം പറയാൻ വരികയാണ്. പടച്ചവനെ, വൈദ്യന്മാർക്ക് സങ്കടമായി. കാല് മുറിച്ചു മാറ്റി. തന്റെ മകനും മരണപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? റളിയല്ലാഹു തആലാവിന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങയുടെ ഒരു കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഉറുബതങ്ങൾ പറയുകയാ, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടത്തെ കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ റളിയല്ലാഹു തആലാഹു അൽഹംദുലില്ലാഹ് പറയുകയാണ്. രണ്ടാമത് പറഞ്ഞു, തങ്ങളെ, ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു തങ്ങള്. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, വൈദ്യന്മാര് ചോദിക്കുകയാണ്, കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ, എന്തിനാ തങ്ങളെ പറഞ്ഞത്? ഉറുബതങ്ങള് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരു കാലല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരു കാല് ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അല്ലാഹു ഒരെണ്ണത്തെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉറുബതങ്ങളിരുന്ന് കരയുകയാ, ഉറുബതങ്ങളിരുന്ന് കരയുകയാണ്. അതാ ചോദിക്കുകയാ, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഉറുബതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. രണ്ട് കാലുള്ളപ്പോ നിസ്കരിച്ചതുപോലെ ഇനി ഒരുപാട് നേരം എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ ജീവിതം
ജീവിതത്തിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു കൊതുക് കടിച്ചാൽ അറിയുമല്ലോ, ഒരു ഉറുമ്പ് കടിച്ചാൽ അറിയുമല്ലോ, ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് പറന്നു പോയാ പോലും നമ്മൾ അറിയുമല്ലോ. ഇങ്ങനല്ലടോ നിസ്കരിക്കേണ്ടത്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവതങ്ങളുടെ ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിൽ മുക്കിയിട്ട് മഹാനവറുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോഴാ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, മനുഷ്യ നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ എന്നും മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനൊരു കൊതുവ് കടിച്ചാൽ ഞാൻ അറിയും, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊതുവ്, ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ അറിയും. ഉറുബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാൻ സമയമായോ? കുറച്ച് കഴിയട്ടടോ. ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്ന ആൾക്കാരുണ്ട്, അവര് വയത് കേൾക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അളിയ ബക്കറ്റ് എടുക്കുമ്പോ നമുക്ക് പോകാന്ന് പറഞ്ഞ് സെറ്റായി വരുന്നവരുണ്ട്. പിരിവ് തുടങ്ങുമ്പോ പോകുന്ന വേറെ ടീമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലെങ്കിൽ അതെന്ത് നിസ്കാരമാണ്? നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ നിസ്കരിച്ച്, മലക്കുന്നുവല്ലോ. അങ്ങനെ ജീവിതത്തിൽ ഒന്നുണ്ടോ? ഇനി പറ, ജീവിതത്തിൽ നിസ്കരിച്ച 40, 50, 60 വയസ്സുള്ള വാപ്പയും ഉമ്മയും പറ, ഇതുപോലെ ഒരു വഖത്ത് നമസ്കാരം നിന്റെ ജീവിതത്തിൽ പറയാനുണ്ടോ? എന്തിനാ നെളിഞ്ഞു നടക്കുന്നത്? എന്തിനാ വാപ്പാ, എന്ത് കണ്ടിട്ടാ നീ നെളിഞ്ഞു നടക്കുന്നത്? പറയാനൊരു നന്മയെങ്കിലും വേണം, പറയാനൊരു നന്മയെങ്കിലും വേണം. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യൂ. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. ഉസ്താദേ ബുദ്ധിമുട്ടാ, പ്രയാസമാ, ബുദ്ധിമുട്ടാ, പ്രയാസമാ. അല്ല പറഞ്ഞതെന്തെന്നറിയോ? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബാ. എടോ, നന്മകൾ ചെയ്യടോ, ഒരുപാട് നന്മകൾ ചെയ്യടോ. നന്മകൾ ചെയ്താ നല്ല ജീവിതം അല്ലാഹു തരുമടോ. നന്മകൾ ചെയ്താ നല്ല ജീവിതം അല്ലാഹു തരും. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഒരുപാട് നന്മകളുണ്ട്, ഒരു പ്രയോജനവുമില്ലാത്ത നന്മകള്. എങ്കിലും ഞാൻ പറയുന്നത് നന്മകൾ ചെയ്തു വെക്കൂ. 100 കണക്കിന് വേണമെന്നില്ല. പണ്ടതാ ഒരു അറബി പദ്യം പറഞ്ഞതുപോലെ, അല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക അൻത വ ബൈനല്ലാഹ്, അല്ലക സദഖ തുൻതഖുഫാ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്ക്, രഹസ്യമായിട്ടൊരു നന്മ ചെയ്തു വെക്ക്, രഹസ്യമായിട്ടൊരു നന്മ ചെയ്തു വെക്ക്. പെങ്ങളെ, ചെയ്യുന്ന നന്മകൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും എല്ലാവർക്കും അറിയാം. എങ്കിൽ ആരും അറിയാത്ത ഒരു നന്മ ചെയ്യൂ, ആരും അറിയാത്ത ഒരു നന്മ ചെയ്യൂ. എന്തേ നിസ്കരിക്കാൻ ഇത്ര മടിയുണ്ട്? ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളി കേൾക്കുന്നവനല്ലേ, ഇന്ന് കേട്ടവനല്ലേ? എത്ര പേരാ പോയത്? എത്ര പേരാ നിസ്കരിച്ചത്? എന്തേ നിനക്ക് നിസ്കരിക്കാൻ ഇത്ര മടിയെന്തേ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കും. ഒരു മുസ്ലിമിന് നിസ്കാരം നിർബന്ധമാ. ഏറ്റവും നല്ല കാര്യം, ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായാൽ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം 5 വഖത്ത് നിസ്കാരം. പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് മടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്താണെന്നറിയില്ല, നിസ്കരിക്കാൻ വലിയ മടിയാ. എന്നാൽ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയോ? എന്റെ ഉമ്മമാരും എന്റെ ഉപ്പമാരും പഠിക്കേണ്ടത്, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം നിനക്ക് ദുനിയാവിൽ വേണ്ട 2 കാര്യം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ.
നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? നിനക്ക് ദുനിയാവിൽ വേണ്ട 2 കാര്യം അള്ളാഹു തരും. ഈ തലകുത്തി ഒന്നും നിൽക്കണ്ട. നിസ്കരിക്കുന്നവൻ അള്ളാഹു ദുനിയാവിൽ വേണ്ട 2 കാര്യം തരും. ഒന്ന് 5 നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുവോ? ഞാൻ പറഞ്ഞതല്ല, അള്ള പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിച്ചാ മതി. 2 പ്രതിഫലം. ഒന്ന്, അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക. അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം എന്താ? നിനക്കു മാത്രമല്ല, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? അള്ള എങ്ങനെ പറഞ്ഞാ പാലിക്കുവോ പറ്റിക്കുവോ? അള്ളാഹു പറഞ്ഞാ പാലിക്കുവോ പറ്റിക്കുവോ? സൂറത്തു ത്വാഹ 132 ആയത്ത് പോയി നോക്കിക്കോ. അള്ള പറയുകയാ, നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നീ പേടിക്കണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഈ നിരന്നിരിക്കുന്നല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇവിടുത്തെ കോടീശ്വരന്മാരാണോ? നിങ്ങൾ ആരെങ്കിലും ആണോ? അല്ല. നിങ്ങൾ ഒറ്റ ഒരുത്തനുമല്ല. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ പള്ളിയിലെ ഇമാമ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ? ഉസ്താദാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. പടച്ചവനെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറതാത്താമാരെ, ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്ക് വേണ്ട ഫർദ ഇടണം, ഹിജാബ് ഇടണം, മഹാമങ്ങനെ ജീവിക്കണം, ഇല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ, ഉസ്താദന്മാരാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദന്മാരെന്ന് ഡ്രൈവിംഗ് പഠിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അൽഹംദുലില്ലാ. ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയത്തില്ല. ആ പെണ്ണുങ്ങളെ കെട്ടിയ ഒരെണ്ണം ഉണ്ടല്ലോ, അല്ലാഹു അഅലം. ആ പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിടൂല്ല കാക്ക, നിന്നെ അള്ള വിടൂന്ന് നീ കരുതണ്ട. നിനക്കെന്താ ഡ്രൈവിംഗ് ഓടിക്കാറിയല്ല? നീ നിന്റെ ഭാര്യയെ പഠിപ്പിക്ക്, നിന്റെ മകനുണ്ടല്ലോ പഠിപ്പിക്ക്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുണ്ടല്ലോ അവിടെ കൂടെ ആണുങ്ങൾ പഠിപ്പിച്ചാലേ ഡ്രൈവിംഗ് ആവൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പോണ വഴിയിലെങ്ങാണ് നീ തീർന്നു പോയാ അള്ളാഹു കാക്കുമാറാകട്ടെ. ആ പോണ വഴിക്ക് പോയി. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല. ഈ ചങ്ങായിമാരി ലൈവ് ഇടുന്നതാ ഏറ്റവും വലിയ ദ്രോഹം. ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസാ. പണ്ട് ഞാൻ 8 കൊല്ലം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചു. ഇന്നെനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ പെണ്ണുങ്ങള്, അവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത. അള്ളാഹു കാക്കുമാറാകട്ടെ. 29 കേസും കൊടുത്തത് നമ്മുടെ ആൾക്കാരാ. അതാ ഒരു സമാധാനം. ഇത് മൊത്തവും കൊടുത്തിരിക്കണ ആരാ? നമ്മുടെ ആൾക്കാർ. പരിഹാരം ഇവിടെ അടുത്തല്ലേ? ഇപ്പൊ അവിടെയുണ്ട് എനിക്ക് കേസ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, 5 നേരം ഉസ്താദന്മാർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന എന്തുകൊണ്ട്? പത്തനാപുരത്ത് കടന്നിരുന്ന എനിക്ക്, ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തോ കുഞ്ഞാലി ചങ്ങയുടെ വീട്, കുഞ്ഞാലിയുടെ വീട്ടിൽ പെണ്ണുമ്പിള്ള ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പോയിട്ട് വേണം തിന്നാൻ. പത്തനാപുരത്ത് കടന്ന എനിക്ക് റിസ്ക് ഇവിടെ. നാളെ മലപ്പുറത്ത് മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം. ഞാൻ തരാം നല്ല മരണം. അല്ല പറയാ, അല്ല പറയുകയാണ്, നല്ല മരണം ഞാൻ തരാ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നിന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചില്ലേ? സംസം വെള്ളം കുടിച്ചു മരിച്ചില്ലേ? അല്ലാഹു കിട്ടാനുള്ള കാരണം അവര് സക്കാത്ത് കൊടുത്തിട്ടല്ല, പള്ളി കെട്ടിക്കൊടുത്തിട്ടല്ല, ഒരുപാട് ദാനധർമ്മം ചെയ്തിട്ടല്ല. അല്ലാഹു അവർക്ക് നല്ല മരണം കൊടുക്കാനുള്ള കാരണം അവർ 5 നേരം നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു, ഉപ്പയായി
ഉപ്പയായിരുന്നു, ഉപ്പയുടെ ഉപ്പയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിസ്കരിക്കുന്നതെല്ലാവർക്കും അറിയാം, നോമ്പ് പിടിക്കുന്നതെല്ലാവർക്കും അറിയാം, സദഖ കൊടുക്കുന്നതെല്ലാവർക്കും അറിയാം, ദിക്റ് പറയുന്നത് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്ത് നന്മ ചെയ്താലും പത്രത്തിൽ കൊടുത്തതുപോലെയാണ്. ഞാൻ പറയുന്നത് രഹസ്യമായൊന്ന് ചെയ്യ്, രഹസ്യമായൊന്ന് ചെയ്യ്. ഏതാ രഹസ്യമായ ഇബാദത്തെന്നറിയോ? ഈ പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമല്ലോ. നിന്റെ ഭർത്താവും നിന്റെ നാട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും എല്ലാവരും കിടന്നുറങ്ങുമ്പോ 4 മണിക്ക് 3 മണിക്ക് നിനക്കൊന്ന് എഴുന്നേക്കാൻ കഴിയുമോ? എഴുന്നേക്കുന്ന ഉമ്മമാരുണ്ടോ? എഴുന്നേക്കുന്ന ഉപ്പമാരുണ്ടോ? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ടോ? നീ ആരാണെന്നറിയോ? നീ ആരാണെന്നറിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാരെന്നറിയോ? ഭർത്താവിന് നിന്നെ അറിയില്ല, നീ നിസ്കരിക്കുന്നത് ഭർത്താവിനറിയില്ല, നിന്റെ മക്കൾക്കറിയില്ല, നിന്റെ കൂടപ്പുറപ്പിനറിയില്ല, നിന്റെ മാതാപിതാക്കൾക്കറിയില്ല, നിന്റെ നാട്ടുകാർക്കറിയില്ല. മോളെ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? നിന്നെ ഇഷ്ടപ്പെടുകയാ ഭർത്താവല്ല, മക്കളല്ല, കൂടപ്പുറപ്പല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, ഈ ലോകത്തിന്റെ അധിപനായ അള്ളയുണ്ടല്ലോ. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവന് 4 അടയാളമുണ്ട്, അവന് 4 അടയാളമുണ്ട്. അള്ള ഇഷ്ടപ്പെടുന്നവർക്ക് 4 അടയാളമുണ്ട്. ആ 4 അടയാളത്തിൽ ഒരു അടയാളം, അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്മ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിന്നെ അള്ള ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ള ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ള ഇഷ്ടപ്പെടുന്നവർക്കാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുക. പകല് പള്ളിയിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എങ്കിൽ അള്ള മാത്രം കാണുന്ന സമയത്ത് 1-ാം ആകാശത്തിൽ വന്ന് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കിയിരിക്കുമ്പോ അതാ ചാരത്ത് കിടക്കുന്ന ഭർത്താവിന്റെ പുതപ്പിനടിയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, സുന്ദരിയായ ഭാര്യ പിടിച്ച് മാറ്റിക്കിടത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന ഉപ്പ, അല്ല നിന്നെ മറക്കൂല. അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. 2, നാളെ പരലോകത്ത് കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ എല്ലാവരും തലതാട്ടി പിടിച്ചിരിക്കുകയാ, കരയുകയാ, പേടിച്ചു വിറച്ചിട്ട് എല്ലാവരും തലതാട്ടി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ സ്വഹാബാ. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്, 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. ആരാണ് നബിയേ? ബലായാ റസൂലല്ലാഹ്, പറഞ്ഞു തരുമോ നബിയേ? പറഞ്ഞു തരുമോ നബിയേ? സ്വഹാബാ, നാളെ അല്ലാഹുവിന്റെ കോടതിയില് തല ഉയർന്നു നിൽക്കുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച ഉപ്പാ, തഹജ്ജുദ് നിസ്കരിച്ച പെങ്ങള്, നിന്റെ തല ഉയരും മോള്. എല്ലാവരും നിന്നെ കാണുന്ന ദിവസമാണ്. അന്ന് നിനക്ക് ഇസ്സത്താണ്, അന്നാണ് നിനക്ക് പ്രതിഫലമിരിക്കുന്നത്. നിന്റെ തല ഉയർത്തി പിടിച്ചിട്ടാണ് നീ പരലോകത്തുകൂടെ നടന്നു പോകുന്നത്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂന സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ.
നമസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിന്നെ അള്ള സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കും. എല്ലാരും തല താഴ്ത്തുന്ന ദിവസം. നിനക്ക് ഹിസാബില്ല, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മുഅദ്ദിനിന്റെ തലനാളെ ഉയർന്നു നിൽക്കും. ബാങ്ക് വിളിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഒരു മത്സരത്തിനെങ്കിലും അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ പെണ്ണുങ്ങൾ വിചാരിക്കും നമുക്ക് ബാങ്കൊന്നുമില്ലല്ലോ അല്ലേ ഉസ്താദേ, ഞങ്ങൾക്ക് ബാങ്കൊന്നുമില്ലല്ലോ. ആരാ പറഞ്ഞ ബാങ്കില്ലെന്ന്? ഉമ്മ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ നീ കൂടെ ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നീയും പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറ. നീ രക്ഷപ്പെടുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നന്മകൾ ചെയ്യ്. നിന്റെ ജീവിതത്തിൽ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീ ചെയ്താൽ നീ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. പോക്കറ്റിൽ കൈയിട്ടൊരു സദക്ക എടുക്കണം. നീ എടുക്കുന്നത് എത്ര രൂപയാ? നിന്റെ പേരെന്താ? ആരും എഴുതാറില്ല. നീ ഇട്ടത് എത്രയാണെന്ന് ആർക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, ഒന്ന് പോക്കറ്റ് കൈയിടോ. ഒരു മിനിറ്റ് നിൽക്കണോ? എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്. എല്ലാവരും പോക്കറ്റ് കൈയിട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഒരു സദക്ക എടുത്ത് എത്രയാണ് ആരെങ്കിലും കാണുന്നുണ്ടോ? പേര് ഒരു സദക്ക എടുത്തേപ്പാ. പൈസ ഇൻഷാ അല്ലാഹ് എടുത്തത് എത്രയാണെന്ന് ആരും അറിയണ്ട. അള്ളാഹ് അറിഞ്ഞാ മതി. ഇതിനകത്ത് ചെറുതിട്ടാലും വലുതിട്ടാലും അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. ഇത് മതി നിനക്ക് രക്ഷപ്പെടാൻ. എല്ലാരും പോക്കറ്റ് കൈയിട്ടൊരു സദക്ക. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മാരകമായ രോഗങ്ങൾ പടച്ചവനെ ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം പടച്ചവനെ, ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോ അല്ലാഹുവേ, ഞാനിരുന്ന ബോഗിക്കകത്തൊരു ചെറിയ മകനുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടിയുണ്ട്. അവന്റെ തലയ്ക്ക് വല്ലാത്ത വലുപ്പമാ മോളെ. പടച്ചവനെ, വലുപ്പമുള്ള ഒരു തലയുമായി ആ പൊന്നുമകനാ ട്രെയിനിനകത്തിരിക്കുന്നത് കണ്ടപ്പോ എനിക്കെന്റെ പൊന്നുമോനെ ഓർമ്മ വന്നു. വല്ലാത്ത സങ്കടം വന്നു. പടച്ചവനെ, ഇതുപോലെ ഒരുപാട് പേര് ഇന്ന് പടച്ചവനെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ മകനും മരുമകളും ഹോസ്പിറ്റലിലാണ്. പ്രസവിച്ചിട്ട് 70 ദിവസം കഴിഞ്ഞു. ഇതുവരെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ല. വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ആ കുഞ്ഞിനോട് കരുണ കാണിക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി, അല്ലെങ്കിൽ ഒരു കിഡ്നി രോഗി, അല്ലെങ്കിൽ ഒരു ലിവർ രോഗി പടച്ചവനെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തിനെ തട്ടിമാറ്റും ബാപ്പാ. സദക്ക വിപത്തിനെ തട്ടിമാറ്റും പെങ്ങള്. വരാനിരിക്കുന്ന അപകടങ്ങള്, വരാനിരിക്കുന്ന ദുരന്തങ്ങള്, ക്യാൻസറിന്റെയും ട്യൂമറിന്റെയും അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്നറിയില്ലല്ലോ പെങ്ങളെ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ കൊടുക്കൂ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്ക്. അതിലൂടെ നിനക്ക് രക്ഷയാ, അതിലൂടെ നിനക്ക് സംരക്ഷണമാ, അതിലൂടെ നിനക്ക് നല്ല മരണമാ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. മാരകമായ
രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ, നന്മകൾ ചെയ്താ നിനക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10:35 സമയം 5 മിനിറ്റ് കൂടുതലായി. അല്ലാഹു പുറത്തിരുമാറാകട്ടെ. അപ്പോൾ ഒരു നന്മ പഠിച്ചില്ലേ? ഒരു നന്മ പഠിച്ചു. എനിക്ക് തന്ന സമയം കഴിഞ്ഞു. എങ്ങനെ നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കേ. അൽഹംദുലില്ലാ. എനിക്ക് ചെറിയ മഞ്ഞപ്പിത്തമുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. കൂടുതൽ നേരം ഉറക്കം ഒഴിയാൻ പറ്റൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നന്മ കൂടെ പറഞ്ഞിട്ട് 2 മണിക്ക്. അപ്പോൾ ഉറങ്ങൊന്നും വേണ്ട കാക്ക, സുബഹി നിസ്കരിക്കണ്ടേ? 12 മണി വരെ വയല് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ വയല് കൊണ്ട് എന്ത് പ്രയോജനം? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പഠിച്ചൂടെ? ഒരെണ്ണം കൂടെ പഠിച്ചൂടെ? അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2, അല്ലാഹു പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ് അഹ്ലുൽ ഖുർആൻ ഖാസുല്ലാഹ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന് ചില വ്യക്തികളുണ്ട്, അല്ലാഹുവിന് ചില ബിബിഐപികളുണ്ട്, അല്ലാഹുവിന് ചില ബിബിഐപികളുണ്ട്. കുടുംബക്കാരെ പോലെ അടുത്ത ആൾക്കാരുണ്ട്. ആരാ നബിയേ? ഖാസുല്ലാഹ്. അല്ലാഹുവിന്റെ ബിബിഐപികൾ ആരാണ് നബിയേ? അഹ്ലുൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നവരാ, ഖുർആൻ പഠിപ്പിക്കുന്നവരാ, ഖുർആൻ ഓതുന്നവരാ, ഖുർആനനുസരിച്ച് ജീവിക്കുന്നവരാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അത് ഖുർആനിന്റെ ആൾക്കാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഖുർആനിന്റെ അഹ്ലുകാര്. 2 മക്കൾ ഹാഫിളീങ്ങളായി ഇന്നിവിടുന്ന് ആദരിക്കുകയുണ്ടായി. അല്ലാഹു മക്കൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മക്കളുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആനുമായിട്ട് ബന്ധമുള്ളവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനായ അല്ലാഹുവിന്റെ കലാമുമായിട്ട് ബന്ധമുള്ളവർ, ആ ഖുർആനിന്റെ ആൾക്കാര്, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ഖുർആന്റെ ആൾക്കാരാണോ? നമ്മൾ ഖുർആനിന്റെ ആൾക്കാരാണോ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. വേണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ, പൊക്കണ്ട, വെറുതെ എന്തിനാ ശശിയാവുന്നേ, വെറുതെ ചുമ്മാതെ. ഇന്നത്തെ ദിവസം ഖുർആൻ ഓതിയവരല്ല, അള്ളാന്റെ കലാമ് തൊട്ടവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ നമ്മളിൽ അധികം പേരും പൊക്കൂല. കാരണം തൊട്ടിട്ടില്ല, പിന്നല്ലേ ഓതുന്നേ. അത് ഉസ്താദ് നിങ്ങൾക്കുള്ളതല്ലേ, പിരിക്കാനുള്ളതല്ലേ ഖുർആൻ. നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്. ആരെങ്കിലും മരിക്കുമ്പോ എടുക്കാനുള്ള ഗ്രന്ഥം, വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോ എടുക്കാനുള്ള ഗ്രന്ഥം, അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ മാത്രം എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആനിനെ നിനക്കറിയാഞ്ഞിട്ടാ മോളെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് അല്ലാഹു ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു. ആ ഖുർആൻ
ഖുർആനിനെ ആദരിക്കുന്നില്ലടോ. നമ്മളിൽ പലരും ആദരിക്കുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. പടച്ചവനെ അത് പാരായണം ചെയ്യുന്നില്ല, അത് പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ആ ഖുർആനുമായി നമുക്കൊരു ബന്ധമില്ലാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടമെന്താ? സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉസ്താദേ വയത് കേൾക്കാമെന്ന് പെങ്ങളോട് ചോദിക്കട്ടെ, മോളെ 2 നില വീടില്ലേ? അതാ പടച്ചവനെ ഒരുപാട് സ്വർണം നിനക്ക് ധരിക്കാനില്ലേ? നിനക്ക് ധരിക്കാൻ വസ്ത്രമില്ലേ? തിന്നാൻ ഭക്ഷണമില്ലേ? കൂടെ കിടക്കാൻ ഭർത്താവില്ലേ? അല്ലാഹു എല്ലാം നിനക്ക് തന്നല്ലോ. എങ്കിലും മനസമാധാനമുണ്ടോ പെങ്ങളെ? ഈ നിരന്നിരിക്കുന്നവര് ചിരിക്കുന്നുണ്ട്, അഭിനയിക്കുകയാ, പലരും അഭിനയിക്കുകയാ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, അല്ല എല്ലാം തന്നിട്ട് നീ പറയുന്ന ഉസ്താദേ മരിച്ചാ മതി ഉസ്താദ്, ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണ്. പെണ്ണെ നീ പറയുന്നല്ലോ മക്കളെ ഓർത്തിട്ടാ ഉസ്താദേ, ആഖിറം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്നേ ഞാനിത് ചെയ്തേര് എന്ന് പറയുന്ന സങ്കടപ്പെടുന്ന ഉമ്മ. അതിന്റെ കാരണമെന്തെന്നറിയോ? അതിന്റെ കാരണമെന്തെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ കച്ചവടം മുഴുവനും തകരാനുള്ള കാരണമെന്താ? നല്ല കച്ചവടമുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, അല്ല എല്ലാം നിനക്കും നിന്റെ ഭർത്താവിനും തന്നിരുന്നു, എല്ലാം പോയല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ. കച്ചവടം തകർന്നല്ലോ, സാമ്പത്തികമായി തകർന്നല്ലോ, മാനസികമായി തകർന്നല്ലോ. അതിന്റെ കാരണമെന്തെന്നറിയോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയാ. പണവും സമ്പത്തും ഒക്കെ ഉണ്ടല്ലോ, എവിടെ നിന്റെ കച്ചവടമൊക്കെ? നല്ല കച്ചവടമുള്ള മനുഷ്യനായിരുന്നല്ലോ നീ, എന്റെ കച്ചവടമൊക്കെ എവിടെ പോയി? ഇന്ന് സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി തകർന്നല്ലോ. ഉസ്താദെ മരിക്കാൻ തോന്നുന്നു ഉസ്താദെ, ഞാൻ എന്റെ മക്കളെ ഓർത്തിട്ട ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഈ ചങ്ങാതിയും കളഞ്ഞിട്ട് പോയേനെ. ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് നിങ്ങൾ. എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹു തന്ന ശിക്ഷയാ. എന്തിന് തന്ന ശിക്ഷയെന്നറിയോ? കള്ളു കുടിച്ചതിനല്ല, വ്യഭിചരിച്ചതിനല്ല, പലിശ തിന്നതിനല്ല, ശിർക്ക് ചെയ്തതിനല്ല, നിസ്കരിക്കാത്തതിനല്ല, സദഖ കൊടുക്കാത്തതിനല്ല. പിന്നെ അല്ലാഹു എന്തിനാണ് ഈ ശിക്ഷ തന്നതെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചില്ലല്ലോ, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിച്ചോ? ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നല്ലോ, എന്നിട്ട് നീ പരിഗണിക്കാറുണ്ടോ? നിസാരമാക്കുകയാ. ഉസ്താദേ നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറൂല, ഞങ്ങൾ നന്നാകില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഇത് സുഖിക്കാനുള്ളതാ. നിങ്ങളൊക്കെ പറയുന്നത് പോലെ സ്വപ്നലോകത്തെ ജീവിക്കാനുള്ളതല്ല. ആസ്വദിക്കുമോളെ, എന്ത് പറ്റി നിനക്ക്? ആസ്വദിച്ച നിന്റെ ഭർത്താവ് താഴെ വന്നില്ലേ? എല്ലാം ഉണ്ടായിട്ടും തൂങ്ങി മരിക്കാൻ തോന്നുന്നില്ലേ? മരിക്കാൻ തോന്നുന്നില്ലേ? ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ? അതിന്റെ കാരണം നീ ഖുർആനിനെ ദുനിയാവില് മാത്രമല്ല, നിന്നെ ഉരുക്കും പെങ്ങളെ. നിന്റെ സർവ്വതും തകർത്തുകളയും അല്ലാഹു. നിന്റെ കച്ചവടം തകർക്കും ബാപ്പാ, നിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കും ബാപ്പാ. സർവ്വതും നഷ്ടപ്പെട്ടിട്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകും മോനെ. ഞാൻ പറഞ്ഞതല്ല, ഈ ദുനിയാവ് മാത്രമല്ല. ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അസതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഇത് അല്ല പറഞ്ഞതാ, ഇത് അല്ല പറഞ്ഞതാ. ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെട്ട് ഈമാൻ
കാണാനില്ലാതെ മരിച്ചുപോയി. നാളെ കബറിനകത്ത് നീ എഴുന്നേൽക്കുമ്പോ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നീ തന്നെ ചോദിക്കുന്നു, കാല റബ്ബിലിമ ഹസറതനീ അമാ വഖദ് കുന്തു ബസീറാ. കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, കാലിന് സ്വാധീനമുണ്ടായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. റബ്ബേ, ഇന്ന് കണ്ണ് കാണുന്നില്ലല്ലോ, ചെവി കേൾക്കുന്നില്ലല്ലോ, എന്തു പറ്റി അല്ലാ? കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹ് പറയുകയാ, എന്റെ ഖുർആൻ നിന്റെ ചെവിയിൽ ഓതി കേൾപ്പിച്ചപ്പോ നീ പരിഗണിച്ചില്ലല്ലോ, പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ അഭിനയിച്ചില്ലേ. അല്ലാഹ് ചോദിക്കുന്ന ആളെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ അള്ളാഹു തകർത്തു കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ കാക്ക ജീവിതം ഇങ്ങനെ ആയിപ്പോയ? നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ടിട്ട് നെളിഞ്ഞ് നടക്കുന്നല്ലോ. പൈസയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിൽ പോയ സമാധാനമുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ, വീട്ടിൽ പോയ സമാധാനമുണ്ടോ? ഇല്ല. ഇരിക്കുന്ന പെണ്ണുങ്ങള് സ്വർണവും എല്ലാം ഉണ്ട്, എല്ലാത്തിന്റെ കയ്യിലും ഉണ്ടോ? കെട്ടിയ പുരുഷന്റെ അവസ്ഥ എന്താ നിനക്കറിയാലോ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? വീടിനകത്തിരുന്ന് നിസ്കാര പായിലിരുന്ന് കരയുകയല്ല. എന്തേ നിനക്ക് പറ്റിയത്? ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന്. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല, മൂല അവിടെ തന്നെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും തകടിട്ടതോ മുട്ട കുടിച്ചിട്ടതോ അല്ല നിന്നിങ്ങനെ ആകാൻ കാരണം. നീ യത്തീംഖാനയിലാകാനുള്ള കാരണം നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടോ, നിങ്ങളുടെ വീട്ടിൽ ഈ ചങ്ങായിമാരെന്തടാ? ആ പൊന്നുമക്കളെ ഞാൻ മദ്രസയെ പോലും പഠിപ്പിക്കാത്ത ഉസ്താദാ. കാരണം എനിക്ക് അത്ര ക്ഷമയായതുകൊണ്ട്. ഇനി സംസാരിച്ചാൽ ഞാൻ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തും എല്ലാത്തിനും. മിണ്ടാതിരുന്നവിടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് അടുത്തിരുന്ന് ഇങ്ങ് അടുത്ത് ബാ, അടുത്തോട്ട് പോ. എല്ലാവരും കസേര കയറ്റിയിട്ട് ബാ, ഞാൻ നിർത്തുവാ പെട്ടെന്ന്. ഇങ്ങോട്ട് വാ. വയറൊക്കെ നോക്കിക്കോ, നിങ്ങളെ ഗിരികളും. പെട്ടെന്ന് കയറിയിരുന്ന നിർത്താം ഇൻഷാ അല്ലാഹ്. വാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇരുതാത്താൻ വരെ 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കൈമടക്കൊന്നും തരണ്ട. അവിടെ ഇവിടെയും പോവല്ലോ വീട്ടിലെ കാര്യം നോക്കാൻ. കന്നിമൂല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചിലർ ഉസ്താദിന്റെ അടുക്ക വന്ന് ചോദിക്കും, ഉസ്താദെ പൈപ്പ് ഇങ്ങോട്ടിരിക്കുന്നുണ്ടോ, വാതിൽ ഇങ്ങോട്ടിരിക്കുന്നുണ്ടാണോ, ജനൽ ഇങ്ങോട്ടിരിക്കുന്നുണ്ടാണോ, ഞാൻ അങ്ങോട്ടിരിക്കുന്നുണ്ടോ? അല്ല, കന്നിമൂല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടാ. കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണമായിരുന്നു മൂല. ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, വീട് വെക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നോക്കണം. വീട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1 വാഹനം. ചിലര് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വാഹനം കൊണ്ട് രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അവൻ ആ വാഹനം കൊണ്ട് പണിതൊരു പരുവത്തിലാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ? ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്നും ഇടിയായിരിക്കും. ഇവൻ റോഡ് സൈഡിൽ നിന്നാലും ഇടിക്കും. എന്നും പണി. ഇല്ലേ? അപ്പൊ വാഹനം നല്ലതല്ല ചിലർക്ക്. ചില വാഹനം എടുത്ത് ശകുനമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ അപ്പൊ 1 വാഹനം, 2 വീട്. നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നതാ. ഒരു പുതിയ വീട് വെച്ച് കയറി രോഗം, പ്രശ്നം, ദുരിതം, ബുദ്ധിമുട്ട്, മരണം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ വീട് ചിലർക്ക് ശരിയാകൂല.
അപ്പൊ 1 വാഹനം, 2 വീട്, 3. പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുക. പറയണോ? നിങ്ങൾ വേണോന്ന് പറയും. പെണ്ണുങ്ങളെ പറയണോ? ചില ചെറുപ്പക്കാര് പെണ്ണ് കെട്ടിക്കഴിയുമ്പോ പറയും, ആമിന എന്നാണോ നീ എന്റെ ജീവിതത്തിൽ വന്നത്? അല്ലാഹു ആരും പഠിച്ചു നോക്കി മനസ്സിലുമാറാകട്ടെ. നീ എന്റെ ജീവിതത്തിൽ എന്നാണോ നിന്റെ കൂടെ ഞാൻ കൂടിയത് അന്ന് മുതൽ എന്റെ കാര്യം വളരെ കഷ്ടത്തിലാന്ന് പറയുന്നവരുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്. അല്ലാഹു നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. വണ്ടിയാണെങ്കിൽ വിൽക്കാം, വീടാണെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇവരെ വല്ലതും ചെയ്താ ഉണ്ട നിന്ന അതവസ്ഥ. ഇവരെ വല്ലതും ചെയ്താ സഹിച്ചോ? അല്ലാഹു മന്ദിരമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്? നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം, നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളിരുന്നിട്ട് കരയുന്നുണ്ട്. ആ കണ്ണുനീര് തുടയ്ക്കാത്ത കാലത്തോളം നിന്റെ വീട്ടിൽ സമാധാനം കിട്ടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ആരാ കരയുന്നേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട്. ആ ഖുർആൻ എടുത്ത് വീട്ടുകാര് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ പഴയ ഒരു വീടില്ലേ, പാപ്പായും ഉമ്മായും നമ്മൾ ജനിച്ച ഒരു വീട്, തറവാട് ഇല്ലേ? അങ്ങനെയല്ലേ പറയാ? തറവാട് പറയില്ലേ? ആ വീട്ടിൽ കിടന്നപ്പോ കിട്ടിയ ഒരു സന്തോഷം ഇപ്പൊ പണിത 2 നിലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ലക്ഷങ്ങൾ പണിതിട്ടൊരു വീട് വെച്ചല്ലോ, ആ കൂരയ്ക്കകത്ത് കിട്ടിയ ഒരു സമാധാനവും സന്തോഷവും ഇപ്പൊ പണിത വീടിനകത്തുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉമ്മ, അല്ലാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ർ പറഞ്ഞ് കാത്തിരിക്കും ബാങ്ക് വിളിക്കാൻ. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. ഖുർആൻ എടുത്തിട്ട് ഉമ്മ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതാതെ ഉമ്മ ആ പായിൽ നിന്ന് എഴുന്നേക്കില്ലായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വീട്ടില് മഗ്രിബിന്റെ സമയമാകുമ്പോ നിന്റെ പെണ്ണുമ്പിള്ള കാലിന്റെ മുകളിൽ കാലും കയറ്റി ടിവിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് റിമോട്ട് എടുത്തിട്ടിരിക്കും. മലയാള മനോരമ, ഏഷ്യനെറ്റ്, സൂര്യ, കൈരളി ചാനൽ നെക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ നിന്റെ വീട്ടിൽ വന്ന അവസ്ഥ. സൂറത്തുൽ വാഖിഅ ആരെങ്കിലും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ പാരായണം ചെയ്ത, പണ്ട് പിരിവെടുത്തിട്ട് കല്യാണം ഉണ്ടോ? നമ്മുടെ വാപ്പ പെങ്ങളെ കെട്ടിച്ചത് ലോൺ എടുത്തിട്ടാ, അല്ലെങ്കിൽ പിരിവെടുത്തിട്ടാ, പലിശക്കെടുത്തിട്ടാ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീട്ടിൽ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അല്ലാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ വീട്ടിന് പിന്നെ ദാരിദ്ര്യം ഉണ്ടാകില്ല, നീ പേടിക്കണ്ട. സഹാബത്തിന്റെ ചരിത്രം തെളിവാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ഇത് പഠിപ്പിക്കും മക്കളോട്. നിനക്ക് എവിടെ സമയം? നിനക്ക് റീൽസ് എടുക്കാനല്ലേ സമയമുള്ളൂ. ഉമ്മയുടെ റീൽസ് മോളെടുക്കും, മോളുടെ റീൽസ് ഉമ്മ എടുക്കും. എന്നിട്ട് തെണ്ടും, ഷെയർ ചെയ്, ലൈക്കുതാ തെണ്ടു ആ ഉമ്മത്ത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ അങ്ങനെ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ? ഉമ്മാടെ റീൽസ് ഇല്ലേ? ഉമ്മാടെ ഇന്ന് റീൽസിന്റെ കാലം. ഗെയ്സ് എന്നാ വിളിക്കണം. എല്ലാം പുതിയത് ഇതായിരിക്കണം, ചെറുത് എല്ലാം ഗെയ്സിന്റെ പുറകില. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പള്ളിപ്പറമ്പിൽ പോകുമ്പോ അറിയാം ഈ സൂറത്തിന്റെ മഹത്വം എന്താണ്. അത് പള്ളിപ്പറമ്പിലെ ഇരുട്ടുകളുള്ള ഖബറിനകത്ത് ചെല്ലുമ്പോ അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 സൂറത്തുൽ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരും ദുആ ചെയ്യാൻ. ആര് വരും? അല്ലാഹുവിന്റെ മലക്കുകൾ വരും നിന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ.
സഹാബത്തിന്റെ കഥയുണ്ട്, ചരിത്രമുണ്ട്. മലക്കുകൾ ഇറങ്ങി വന്നു സൂറത്തുൽ റഹ്മാൻ ഓതിയപ്പോ. ഉസ്താദേ, ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം. സൂറത്തു സജദ എന്റെ 3 പേജല്ലേ ഉള്ളൂ, 2 പേജ് അപ്പുറം സൂറത്തു സജദ പാരായണം ചെയ്യ്, ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്, ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പെങ്ങളെ, ഇന്ന് മഗ്രിബ് കഴിഞ്ഞാൽ പടച്ചവനെ ഖുർആൻ ഓതലല്ല. പണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാ സഹോദരാ. പടച്ചവനെ, ഇന്ന് സീരിയലിന്റെ ശബ്ദമാണ്. പ്രായം ചെന്ന ഉമ്മമാര് ഖുർആൻ ഓതുമായിരുന്നു, അത് പണ്ടായിരുന്നടോ. ഇന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലമാ. ഉമ്മമാര് സീരിയലിന്റെ അടിമകളാ. അതാ ചെറുപ്പക്കാര് കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായതുപോലെ ഇന്ന് പെണ്ണുങ്ങൾ സീരിയലിന്റെ അടിമകളാണ്. കാണാതെ ഇരുപ്പുറയ്ക്കുന്നില്ല. പടച്ചവനെ, സീരിയൽ കണ്ട് കരയുകയാവുമ്മ. നേരത്തെ ആണുങ്ങൾ കാണില്ലായിരുന്നു, ഇപ്പൊ പ്രായമുള്ള വാപ്പയും കൂടെ ഇരുന്ന് കാണുന്ന കാലമാ. മഗ്രിബ് കഴിഞ്ഞ രാത്രി 9:30 വരെ സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന ഉപ്പമാരെ, കരയുന്ന ഉമ്മമാരെ, നീ ഖുർആൻ ഓതിയിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ഇടയിലേക്ക് നബി തങ്ങൾ കടന്നു വന്നു. സ്വഹാബാ, ഖുർആനൂദ് സഹാബാ, ഖുർആനൂദ് സഹാബാ. അല്ലാഹുവേ, നബി തങ്ങളോട് ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയേ? റസൂലുള്ള പറഞ്ഞു, സൂറത്തു തകാസുർ ഓതാൻ. സ്വഹാബി അവിടുന്ന് ഓതുകയാണ്. ആ ചെറിയ സൂറത്ത് ഓതുമ്പോ നബി തങ്ങളിരുന്ന് കരയുകയാ. സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബത്തെ, നിങ്ങളെന്തേ കരയാത്തത്? യാ റസൂലല്ലാഹ്, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത് മോദാൻ. സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് രണ്ടാമത് മോദി. നബി തങ്ങൾ കരഞ്ഞു. സ്വഹാബത്തിൽ പലരും കൂടെ കരഞ്ഞു. ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? നബിയെ, കരച്ചല് വരുന്നില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, കരയണേ സഹാബാ. സീരിയൽ കണ്ട് കരയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് നബി തങ്ങൾ പറയുകയാ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ. കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കണേ സഹാബാ. വഅദ് നിർത്തുകയാണ്. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ. കരയില്ലടാ ചെറുപ്പക്കാരാ, കരച്ചല് വരില്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഭിനയിക്കാൻ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നീ കരയുന്നവരെ പോലെ അഭിനയിക്ക്, നിനക്ക് സ്വർഗമുണ്ടുമ്മാ. സീരിയൽ കണ്ട് കരയുകയാ. ഇന്ന് അല്ലാഹുവേ, നമ്മൾ കരയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിലാ. എന്നാ കരയേണ്ടത് ഖുർആൻ ഓതുമ്പോഴാണ്. ഏത് സൂറത്താ ഓതേണ്ടതെന്നറിയോ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന
كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. ഈ സൂറത്ത് ഓതുമ്പോ കരയണം ചെറുപ്പക്കാരാ, അഭിനയിക്കണം ചെറുപ്പക്കാരാ. ഉമ്മമാരെ, സീരിയലിലെ നടിയുടെ കണ്ണ് നിറയുമ്പോ എന്തിനാ ഉമ്മ കരയുന്നത്? എന്തിനാ പെങ്ങളെ കരയുന്നത്? അവളുടെ അഭിനയം കണ്ടിട്ട് നീ കരയുമ്പോ അവൾ പണത്തിന് വേണ്ടി കരയുകയാണെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ നീ കരയുന്നത്? എല്ലാ സീരിയൽ നടിമാരെ അറിയാ, എല്ലാ സിനിമാ നടിമാരെയും അറിയാ. എങ്കിലും നീ അറിയേണ്ട ചിലരുണ്ട് പെങ്ങളെ. നിനക്ക് ഫാത്തിമാന അറിയുമോ? ഖദീജാന അറിയുമോ? ആയിഷാന അറിയുമോ? മൈമൂനാന അറിയുമോ? നഫീസത്തുൽ മിസ്രി അറിയുമോ? എന്റെ ഉമ്മമാർക്ക് ഞാനൊരു മഹദിയെ പറഞ്ഞു തരട്ടെ. എന്റെ ഉമ്മമാർക്ക് ഞാനൊരു മഹദിയെ പറഞ്ഞു തരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയുവോ? ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു ഖബറ് കാണാ. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഖബറ് കാണാ. മഹദി നഫീസത്തുൽ മിസ്രിയ. ആരാണെന്നറിയോ? ഒരിക്കൽ വഴുത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹാകുമുത്തകാസുർ ഹത്താ സുറുത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീഴുകയാ. നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാ. എല്ലാവരും പിരിഞ്ഞു പോയടോ. നഫീസത്തുൽ മിസ്രിയാന ബോധം തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ടോടുകയാ. തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പുറച്ചവരെ വീട്ടിലേക്ക് വന്ന് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റി. എന്നിട്ട് വീടിനകത്ത് കബറ് കുടിച്ച മഹദിയാ. ആരുമറിയാതെ തന്റെ വീടിനകത്ത് കബറ് കുടിക്കുകയാണ് നഫീസത്തുൽ മിസ്രിയ. കരയുകയാ ഉമ്മ. ഖബറിലെ മണ്ണുപോലും നനയുകയാണ്. ആരുമറിയാതെ വീടിനകത്ത് കബറ് കുടിക്കുകയാണ്. പകലും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് കബറ് കുടിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടു കബറ് കുടിച്ചു. കബറ് കുടിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് വുളുവെടുക്കുകയാണ്. മുസല്ലയെടുത്തു, കബറിനകത്തിറങ്ങി. അതാ സ്വന്തം കൈകൊണ്ട് കുഴിച്ച ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ 10,000 റക്അത്ത് കബറിനകത്തിരുന്ന് നിസ്കരിച്ച മഹദിയാ. അല്ലാഹുവേ, ഒരു കയ്യിൽ വിളക്കും ഖുർആനും എടുത്തിട്ട് വീടിനകത്ത് കുടിച്ചിട്ടിരുന്ന കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് 114 സൂറത്തുകള് 6000 പ്രാവശ്യം ഓതിയുമ്മ. 6000 ഖത്തം ഓതി തീർത്തു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. ഖബറിനകത്തിരുന്നിട്ട് ഇത് തിരക്കഥയല്ല, ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമാ കഥയല്ല. 6000 ഖത്തം ഓതി. എല്ലാ ദിവസവും നോമ്പാണ്, രാത്രിയിൽ ഉറക്കമില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ കാണാനിടകുള്ള സുന്ദരിയായ മഹദിയായിരുന്നു. അവസാനം അവിടത്തെ തൊലിയൊക്കെ
കറുത്തു, എല്ലും തോലുമായി കണ്ണു കുടിഞ്ഞുപോയി. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, നഫീസ, എന്തിനാ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? നീ എന്തിനാ ഉറക്ക വഴിയുന്നത്? നഫീസ, നീ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്ക് നഫീസ. നീ ഉറച്ചു നേരമെങ്കിലും ഉറങ്ങു നഫീസ. നിന്റെ തൊലി കറുത്തു നഫീസ. നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ. നിന്നെ കാണാൻ എന്തഴകായിരുന്നു നഫീസ. നിന്റെ കണ്ണു കുടിഞ്ഞല്ലോ, നിന്റെ തൊലി കറുത്തല്ലോ, നിന്റെ എല്ലും തൊലിയുമായല്ലോ നഫീസ. ഇങ്ങനെ ഉറക്ക വഴിയല്ലേ, നീ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രിയോട് തന്റെ കുടുംബക്കാര് വന്ന് ഉപദേശിക്കുമ്പോ നഫീസ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. നിന്നെ പോലെ ജീവിച്ചിരുന്ന വിചാരമുള്ള പച്ചയിറച്ചിയുള്ള സുന്ദരിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല 30 കൊല്ലം അല്ലാഹുവിനോട് ഖബറിനകത്തിരുന്ന് ദുആ ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ, മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ദുആയാ, ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ദുആയാണ്. മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാരെ. അല്ലാഹുവേ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. വന്നവര് മുഴുവനും തോറ്റുപോയടോ, കരഞ്ഞുകൊണ്ട് പോയടോ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല മരണമെടുത്തപ്പോ പോയിട്ട് കുളിച്ചു. അവിടുന്ന് മയ്യത്ത് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫൻ തുണിയും ധരിച്ചുകൊണ്ട് കുഴിച്ചിട്ട കബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാണ്. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് പിടിക്കാൻ മലക്കുകൾ അവിടുന്ന് കടന്നു വരികയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ് നഫീസ റളിയല്ലാഹു തആല. പടച്ചവനെ, മലക്കുകൾ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമെടുത്തിട്ട് അവിടുന്ന് പാരായണം ചെയ്യുകയാ. ഏതായത്തെന്നറിയോ? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത്, അല്ലാഹുവിന്റെ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് നബീസ് റളിയല്ലാഹു തആല ഖുർആൻ മടക്കി വെക്കുകയാണ്. മലക്കുകൾ പറയും, കരയല്ലേ നബീസ, കരയല്ലേ നബീസ. എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. ശത്രുക്കൾ വീടിനകത്തേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലൂടെ കടാര കുത്തിയിറക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിച്ചടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്ത് വെട്ടുകൊണ്ടിട്ട് രക്തമിങ്ങനെ ഖുർആനിലേക്ക് വീഴുമ്പോ ഉസ്മാന് തങ്ങൾ തുറന്നു നോക്കുകയാണ്. എവിടെയാ വീണത്? എന്റെ രക്തം എവിടെയാ വീണത്? ഫസയഖുഫീകഹുമുല്ലാഹ്
ഭാരതങ്ങളെ ചിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. അള്ളാന്റെ ഖുർആൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശഹീദായ സഹാബിയ സയ്യിദുനാ ഉസ്മാൻ. ആ സഹാബി കിടക്കുന്ന സ്വർഗമാദിയും കുതിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുകിരിം അഹ്ലല്ലാഹ്. അല്ലാഹുവിന്റെ അഹ്ലുകാര്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അഹ്ലുകാരാക്. ഖുർആൻ പഠിക്ക്, ഹാഫിളീങ്ങളാക്, ഹാഫിളീങ്ങളാക്. ഖുർആൻ പഠിക്ക്, ഖുർആൻ പഠിപ്പിക്ക്, ഖുർആൻ പാരായണം ചെയ്യ്, ഖുർആനിനെ ആദരിക്ക്, ഖുർആനിനെ ഉളവില്ലാതെ തൊടല്ലേ, ഖുർആൻ ഖിബ്ലയുടെ നേരെ ഇരുന്ന് പാരായണം ചെയ്യണ്, ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ. അല്ലാഹുവേ, ഖുർആൻ ഓതിക്കരയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. സൂറത്തു തകാസുർ ഓതുന്ന സമയത്ത് കരച്ചില് വരുന്നില്ലേ? അഭിനയിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പ്രസംഗം നിർത്തുകയാ. അൽഹംദുലില്ലാ, ഇന്ന് 2 അറിവ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ച 2 അറിവ് എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു അൽഹംദുലില്ലാ നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ കരയണം. കരച്ചില് വരുന്നില്ലേ? അഭിനയിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എന്നെക്കാളും അറിവുള്ളവരും പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വഅദ് പറയാനൊന്നും അറിയില്ല. ഞാന് അത്ര വലിയ ആളൊന്നുമല്ല, ഒരു മുതഅല്ലിമ. മൈക്കിന്റെ മുമ്പിൽ കയറുമ്പോ എന്റെ അള്ളാഹ് എനിക്ക് തന്ന നിഅമത്ത്, എന്റെ ഉസ്താദന്മാരുടെ ദുആ, ഞാനിങ്ങനെയൊക്കെ പ്രസംഗിക്കും. താഴെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞതൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. എന്റെ സംസാരവും നിങ്ങളുടെ സംസാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കരുത്, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ് എന്ന അതിനർത്ഥം. എനിക്ക് നോക്കണ്ട, പൊരുത്തപ്പെട്ടു തന്നാ മതി. പൊരുത്തപ്പെടൂലേ? അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, ഇനി ആയുസുണ്ടെങ്കിൽ ഇപ്പൊ 12:15 അതിരുകളെല്ലാം ലംഘിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11:15 ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ, ഇനി ഇവർ വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? ദുആ ചെയ്യാലോ. അൽഹംദുലില്ലാ, സഹായിച്ചവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇവിടെ അടുത്ത കൊല്ലം വയലുണ്ടോ? അടുത്ത കൊല്ലം വയലുണ്ടോ? എല്ലാ വർഷം. എന്നിട്ട് ഇതാരാ നടത്തുന്നത്? CS അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എനിക്കൊരാകെ അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. ഇത് കൈപൊക്കിക്ക് വേണ്ടവരൊക്കെ. അവസാനത്തെ പൊക്കലല്ലേ? അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ചോദിച്ചത് എന്താണെന്ന് അറിയില്ല. പണ്ട് ഉപ്പാപ്പായും മോനും കൂടെ നടന്നു പോയപ്പോ ഒരു വീടിന്റെ മുമ്പിൽ ആന കെട്ടിയിട്ടിരിക്കുന്നു. ചോദിക്ക്, കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ പോലെ എല്ലാരും നല്ല മരണം തരാൻ വേണ്ടി അള്ളാഹിനോട് പറയുന്നുണ്ട്, ആഗ്രഹമുണ്ട്. എന്ത് ചെയ്തട്ടാ വാപ്പ? പൊക്കിയല്ലോ. ഈ കൈപൊക്കിയ ഉമ്മാനോടും ഉപ്പാനോടും ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് നന്മ ചെയ്തട്ടാ ഈ കൈപൊക്കണ്? ഇന്ന് രാത്രി മരിച്ചാൽ ഈമാനുള്ള ഒരു മരണം കിട്ടാൻ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ? എന്തുണ്ട്? ഒന്നുമില്ല. പിന്നെ എങ്ങനെ നിനക്ക് അള്ളാഹു നല്ല മരണം തരും? മരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വരുമല്ലോ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉണ്ടോ? ഉണ്ടോ താത്തമാരെ? ഞാൻ പറഞ്ഞു തരാം അടയാളം. മരണത്തിന് അടയാളം ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു തരാം. എത്ര എണ്ണം വേണം?
നിങ്ങൾക്ക് എത്ര അടയാളം വേണം മരണത്തിന്? ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നേരെ ഇരുന്നേ എല്ലാവരും. കഫൻ തുണി വാങ്ങിക്കാനുള്ളതാണ് നാളെ പോയിട്ട് കഫൻ തുണി വാങ്ങുമോ? അടയാളം വന്നാ വാങ്ങണ്ടേ? അടയാളം വന്നാ വാങ്ങണോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉള്ളത് പറ. അടയാളം വന്നാ വാങ്ങണോ? വാങ്ങണം. കബർ കുഴിക്കുവോ? നിന്റെ പരുവത്തിന് നിന്റെ അളവിനുള്ള കഫൻ തുണി ഇനി ഫർദൊന്നും വേണ്ടട്ടാ. നാളെ പോയിട്ട് കഫൻ തുണി വാങ്ങിച്ചു വെക്കണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒരു മുടിയെങ്കിലും താടിയിലും തലയിലെയും ഒരു മുടിയെങ്കിലും നരച്ചവരൊന്ന് കൈവക്കിക്ക്. സ്റ്റേജിയിരിക്കുന്നവർക്കും പൊക്കാം. ഒരു മുടിയെങ്കിലും നരച്ചോ? നീ കഫൻ തുണി വാങ്ങിച്ചോ? നിന്റെ മരണം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒരു മുടിയെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാ നീ റെഡിയായിക്കോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ? അല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളാ പറഞ്ഞേ. ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഒരാളെ ശമ്പളം കൊടുത്തു നിർത്തി. എന്താ ജോലി എന്നറിയോ? ഉമറേ നീ മരിക്കും ഇത് പറയാൻ. ഉമർ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉമറേ നീ മരിച്ചു പോകുമെന്ന് പറയാൻ തന്നെ ഒരാളെ നിർത്തി. ഒരു ദിവസം ഓനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പൊ ആ സഹാബി ചോദിച്ചു, എന്നെ എന്തിനാ പിരിച്ചുവിട്ടെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഉമർ തങ്ങൾ പറഞ്ഞു, ഇനി മരണത്തെ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. ഉമറിനെ ഇനി ഉമർ മരിക്കുമെന്ന് പറയാൻ ഇനി ആള് വേണ്ട, അടയാളം വന്നു. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. താടിയിലെ ഒരു രോമം നരച്ചപ്പോഴാ ഉമർ തങ്ങൾ പറഞ്ഞത്. നബിതങ്ങൾ വഫാത്തായപ്പോ 16 or 17 രോമമേ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എത്ര രോമം? 16 or 17 രോമമേ നബിതങ്ങൾ വഫാത്താകുമ്പോ നരച്ചിട്ടുള്ളൂ. നിന്റെയൊക്കെ തല എണ്ണി നോക്കിക്കേ, താടി എണ്ണി നോക്കിക്കേ. ആപ്പാ മുടി നരച്ചോ? ഒരുങ്ങിക്കോ അപ്പാ. അമ്മമാരെ റെഡിയായി, സമയമെടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇനി അടുത്തത് വേണോ? ഇനി ഏതെങ്കിലും വേണോ? ഇനി അടുത്ത അടയാളം വേണോ? എന്തിനാ? ഇപ്പൊ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോകും. എന്തിനാ വെറുതെ? ഇത് പറഞ്ഞപ്പോ തന്നെ ഏകദേശം തീരുമാനമായി. ബാക്കി പറഞ്ഞ പിന്നെ ഇസ്താദെ ഇനിയിപ്പോ എന്തിനാ ജീവിക്കണമെന്ന് തോന്നും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഞാൻ പറയുന്നത്, മരിക്കാൻ മാരക രോഗമൊന്നും വേണ്ടടോ. വേണ്ട. എപ്പോ വേണമെങ്കിലും മരണം വരും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ഒരു നന്മ ചെയ്തു വെക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്നതിന്റെ തലേ ദിവസം പെട്ടെന്ന് നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. എന്നിട്ട് ആയിഷാ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, 6 or 7 ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, മറന്നുപോയി. നബിതങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ദിർഹം എടുത്തുകൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോ ഇങ്ങനെ വെച്ചിട്ടിരുന്ന് കരയാ നബി. ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എന്തിനാ നബിയെ കരയുന്നേ? ആയിഷ, ഇതെന്റെ വീടിനകത്തിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ച അള്ളാനോട് ഞാൻ എന്തു പറയും? അതുകൊണ്ട് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ഇത് പാപങ്ങൾ കൊണ്ടുപോകും. ആയിഷാനെ പറഞ്ഞു വിട്ടു. തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ പൈസയും നബിതങ്ങൾ സദക്ക കൊടുത്തു. പിറ്റേ ദിവസം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് നബിതങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അസ്റായിലിനോട് പറഞ്ഞു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്ക്, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ. നബിതങ്ങൾ പറയുകയാ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, ഒന്ന് പതുക്കെ പിടിക്ക്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, എനിക്കിനി അറിയില്ല നബിയെ, ഇതിനേക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മരണവേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കും, കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങളും മുഖത്തൊഴിക്കും. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണവേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര കരയും സഹോദര? നിങ്ങൾ ഓരോരുത്തരും എത്ര കരയും? എന്തേ ചിന്തിക്കാത്ത?
ഇത് കഥയല്ലല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എടോ, കോഴി അറുത്തിടും, ആ കോഴി കടന്നു പിടയും, കയ്യും കാലും തലയും ചിറകു വിട്ടടിച്ച് ചാടും. ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം പോലും അല്ലാഹ് നമുക്ക് തരൂല. നമ്മൾ മരിക്കുന്ന സമയം കൈയൊന്നനക്കാൻ, കാലും നനക്കാൻ, ഒന്ന് പിടയാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സമയം തരൂല. 70,000 മലക്കുകൾ പിടിച്ചു വെക്കും നമ്മുടെ കയ്യും കാലും. അപ്പോഴാ അസ്റായീല് ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്നത്. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ആ മരണവേദന കുറച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ ചെയ്തു വെക്കണം. നമ്മൾ ഇത്രയും പേരിവിടെ ഒരുമിച്ചുകൂടി, എന്നിട്ട് നമ്മൾ ഇന്നിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ കൂടിയേ? വഅദ് കേൾക്കൽ മാത്രമല്ലല്ലോ, നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് നല്ല മരണം കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സംഘാടകരുടെ അനുവാദം ഞാൻ ചോദിക്കുന്നില്ല. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ സംഘാടകർ നിങ്ങളുടെ നാട്ടിൽ വഅദ് വെക്കുന്നുണ്ടെങ്കിൽ ആ വഅദ് വെക്കുന്ന മജ്‌ലിസിൽ ഈ നാട്ടിലെ ഒരു യതീമായ ഒരു പെൺകുട്ടിക്ക്, നിങ്ങളുടെ നാട്ടിലെ യതീമായ ഒരു പെൺകുട്ടിക്ക് ആ പൊന്നുമോളുടെ നിവാഹത്തിന് വേണ്ടി 1 പവൻ സ്വർണ്ണമെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിലെ ഒരു യതീമായ പെൺകുട്ടിയുടെ വിവാഹം വരുമ്പോ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് വഅദ് വെക്കുമ്പോ ആ വഅദിന്റെ മജ്‌ലിസിൽ വെച്ച് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു യതീമായ കുട്ടിക്ക് 1 പവൻ സ്വർണ്ണമെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്താൽ അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്നോട് കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ ഇത്രയും പേരിവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ ഉസ്താദേ ആ യതീമായ പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോ എന്നെ കൊണ്ട് തരാൻ പറ്റുന്നത് ഞാൻ തരാം. 1 പവനെങ്കിൽ 1 പവൻ, അരപ്പവനെങ്കിൽ അരപ്പവൻ, 1/4 പവനെങ്കിൽ 1/4 പവൻ, 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം. അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാ സ്വമനസ്സോടെ ഉസ്താദെ ഞാൻ കൊടുക്കാം, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും. വേറെ ഒന്നുമില്ല. ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. അല്ലാഹ് തീരുമാനിക്കട്ടെ. പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്ക് ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട് ഇത്ര അങ്ങനെയല്ല, നിങ്ങൾ കൊടുക്കുന്നത് എന്താണെന്ന് പറയണം. എങ്കിൽ എനിക്ക് 1 പവൻ കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. 1 പവനോ 1/4 പവനോ അരപ്പവനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണോ? തരാം. എന്ത് കൊടുക്കും ഉപ്പ? എഴുന്നേറ്റോ നിങ്ങൾ എഴുന്നേക്കോ വാപ്പ? നിങ്ങൾ ഞാൻ പേര് ചോദിച്ചില്ല. 1 പവൻ കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ എഴുന്നേക്ക്. അത് ഞാൻ കാണട്ടെ. 2 എന്താപ്പ? ആ ഉപ്പ 2 പവൻ 4.5 പവനായി. എന്താ മോനെ? 5 പവൻ. ഖുലൂ തക്ബീർ. 5 പേര് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഇവരാരാണെന്ന് എനിക്കറിയില്ല അല്ലാഹ്. അവരുടെ പേര് പോലും എനിക്കറിയണ്ട റബ്ബേ. നീ തെരഞ്ഞെടുത്തവരാണ് റഹ്മാനെ. അല്ലാഹുവേ, ഒരു ഉപ്പ 2 പവൻ സ്വർണം സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, മറ്റ് 2 പേര് 1 പവന്, 2 സഹോദരങ്ങൾ അരപ്പവന്, 5 പവന് സ്വർണമല്ലാ.